നമസ്കാരം. നാം നമ്മെ തന്നെ വിശ്വാസികൾ എന്ന നാമധേയത്തിൽ അല്ലെങ്കിൽ ലേബലിലാണ് അറിയുവാൻ താല്പര്യപ്പെടുന്നത്. പരസ്പരം പലപ്പോഴും അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ വിശ്വാസം എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി എത്ര പേർക്ക് അടിസ്ഥാന ഗ്രാഹ്യമുണ്ട് എന്നത് സംശയാസ്പദമാണ്. വിശ്വാസം എന്ത് എന്നതിനെപ്പറ്റി യാതൊരു ബോധ്യവുമില്ലാതെ വിശ്വാസികളായി തീരുവാനോ പ്രവർത്തിക്കുവാനോ സ്ഥിതി ചെയ്യുവാനോ സാധ്യമല്ല എന്നത് പ്രകടമായ സത്യമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസം എന്നാൽ എന്ത് എന്നതിനെപ്പറ്റിയുള്ള ലഘുവായ ഒരന്വേഷണമത്രേ ഈ വീഡിയോയുടെ ഉള്ളടക്കം. ഇതിൽ തീർച്ചയായും നിങ്ങൾക്ക് കൗതുകമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിശ്വാസം എന്നാൽ എന്താണ്? ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്, അവനിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അപ്പോൾ വിശ്വസിക്കുക എന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറയാകുന്നു എന്നത് വളരെ പ്രകടമാണ്. യേശു തൻ്റെ അടുത്ത് വിവിധ ജീവിത പ്രശ്നങ്ങളും ആവശ്യങ്ങളുമായി വന്നവരെ അനുഗ്രഹിച്ചിട്ട് അവർക്ക് രോഗശാന്തി പ്രാപിച്ചു കഴിയുമ്പോൾ അവരോട് പറയുന്നു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും സുപ്രധാനമായ ഒരു ആത്മീയ പ്രതിഭാസത്തെപ്പറ്റിയാണ്, അല്ലെങ്കിൽ ആത്മീയതയുടെ അടിത്തറയെപ്പറ്റിയാണ് നാം ഇപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഏവരും വളരെ താല്പര്യത്തോടെ ഈ ചിന്തയിൽ പങ്കെടുക്കും എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, പ്രതീക്ഷയുണ്ട്. വിശ്വാസത്തെ ഞാൻ ഏറ്റവും ലളിതമായി മനസ്സിലാക്കുന്നത് അത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ സമീപത്ത് വരികയും അവൻ്റെ അനുഗ്രഹം പല വിധത്തിൽ പ്രാപിക്കുകയും ചെയ്ത ആളുകളുടെ അനുഭവവും അവരെ യേശു മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അവരോട് യേശു പ്രതികരിക്കുന്ന വിധവുമൊക്കെ പരിശോധിച്ചിട്ട് വിശ്വാസത്തെ പറ്റിയുള്ള ഏറ്റവും ലളിതമായ എൻ്റെ തിരിച്ചറിവ് അല്ലെങ്കിൽ ധാരണ, വിശ്വാസം ഒരു ബന്ധമാണ്. ഫെയ്ത്ത് ഈസ് എ റിലേഷൻഷിപ്പ്. അത് ഏത് ബന്ധമാണ്? ഒരു വ്യക്തിയും യേശുവുമായുള്ള ബന്ധമാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഈ വിശ്വാസത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി ബേസിക്കായിട്ടുണ്ടാകേണ്ടത് അറിവാണ്. ആരോടെങ്കിലും നമുക്ക് ബന്ധം സ്ഥാപിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, ആ ബന്ധം നിലനിർത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, ആ ബന്ധത്തിൽ നമ്മൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നാം ആ വ്യക്തിയെ അറിയാൻ ശ്രമിക്കും. അപരിചിതനോട് പരിചയം സൃഷ്ടിക്കാം, പക്ഷേ അപരിചിതനിൽ വിശ്വാസമർപ്പിക്കുവാൻ പ്രയാസമാണ്. അപരനിൽ വിശ്വാസമർപ്പിക്കത്തക്കവണ്ണം നമ്മുടെ ബന്ധം വളർന്നു കഴിഞ്ഞാൽ അവൻ അപരിചിതനല്ല, അവൻ പരിചിതൻ മാത്രമല്ല, അവൻ സഹോദരനാണ്, അവൻ കൂടപ്പിറപ്പാണ്. അത്രമാത്രം ആഴമേറിയ അല്ലെങ്കിൽ ശക്തിയേറിയ ഒരു പ്രതിഭാസത്തെയാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ ഉള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവും തൻ്റെ ശിഷ്യന്മാരുമായി ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രദേശത്ത് വച്ച് സംഭവിച്ച സംവാദം, അത് ശ്രദ്ധിക്കുന്നത് വളരെ സഹായിക്കും. എന്നെ വളരെയധികം സഹായിച്ചൊരു ഭാഗമാണിത്. അതുകൊണ്ട് അത് ആസ്പദമാക്കി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്നത്രേ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആ ഭാഗം വായിക്കട്ടെ. യേശു ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നുവെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യെരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു?
എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ഇനി പ്രത്യേകമായി ശ്രദ്ധിക്കുക, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് അവൻ നിന്നോട് പറയുന്നു. ഇത് വളരെ വളരെ ഗാംഭീര്യമായ അർത്ഥഗർഭമായ അർത്ഥം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്, ഒരു അനുഭവമാണ്. അതിൻ്റെ എല്ലാ തലങ്ങളും പ്രതിപാദിക്കാൻ ഒരു വീഡിയോയിൽ സാധ്യമല്ലാത്തത് കൊണ്ട് അതിൻ്റെ ചില അംശങ്ങൾ മാത്രം, ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ മാത്രം നമുക്ക് മനസ്സിലാക്കി മുൻപോട്ട് പോകാം. ഇവിടെ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞിട്ട് തൻ്റെ ശിഷ്യന്മാരുമായി മറ്റ് യാതൊരു ഡിസ്ട്രാക്ഷനുമില്ല, അതൊരു പ്രത്യേക സമയം കണ്ടെത്തി കൈസരിയുടെ ഫിലിപ്പയിൽ സാധാരണ യേശു പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലമല്ല ഇത്. ആരും തങ്ങളെ പെട്ടെന്ന് സമീപിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഡിസ്ട്രാക്ഷൻ വേണ്ട എന്ന് വിചാരിച്ച് അവരെ വേറിട്ട ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു പ്രത്യേക അനുഭവം എന്ന നിലയിൽ അവരോട് സംവാദിക്കുകയാണ്. ആദ്യമായി ചോദിക്കുന്നത്, ജനം ഞാൻ ആരെന്നാണ് കരുതുന്നത്. രണ്ടാമതവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് മനസ്സിലാക്കുന്നു. അതിന് ശിമോൻ നൽകുന്ന മറുപടിയോടുള്ള യേശുവിൻ്റെ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയമായി നാം കരുതേണ്ടത്. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അറിവുകളുണ്ട്. ആദ്യമേ ഞാൻ പറഞ്ഞു, വിശ്വാസം ഒരു ബന്ധമാണ്. രണ്ടാമതായി ഞാൻ പറഞ്ഞു, ബന്ധത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ബന്ധം വേറിട്ട് നിൽക്കുന്നത് ഒരു അറിവിലാണ്. ഇനി മൂന്നാമതായി മനസ്സിലാക്കേണ്ടത്, രണ്ട് തരത്തിലുള്ള അറിവുകളുണ്ട്. ജഡരക്തങ്ങളുടെ അറിവുണ്ട്, ദൈവം വെളിപ്പെടുത്തുന്ന അറിവുകളുണ്ട്, പരിശുദ്ധാത്മാവിൽ കൂടെ വെളിപ്പെടുത്തുന്ന അറിവുകളുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനം ഡിസേൺമെൻറ്റ്, വിവേചന ബുദ്ധി എന്ന് പറഞ്ഞാൽ സത്യം, യഥാർത്ഥത്തിലുള്ള സത്യം തിരിച്ചറിയാനുള്ള കഴിവ്. അത് ആത്മാവ് നൽകുന്ന പ്രത്യേകമായ അറിവാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അറിവുകളുണ്ട് എന്ന് യേശു വ്യക്തമായി പറയുകയാണ്. ഈ ജഡരക്തങ്ങളിൽ കൂടെ നമുക്ക് പ്രാപിക്കാവുന്ന, അതായത് ലൗകികമായ അറിവുകൾ, അവിടെ വിശ്വാസത്തിന് വലിയ പ്രസക്തിയില്ല. നാം ഒട്ടുമുക്കാലും പ്രയോഗിക്കുന്നത്, നാം അറിയുന്നത് ലൗകികമായ അറിവും അറിവിനെ പ്രാപിപ്പാനുള്ള സമീപനവും ലൗകികമായ അറിവിനെ പ്രയോഗിക്കുന്ന വിധവും അതുകൊണ്ട് പ്രാപിക്കാവുന്ന ലാഭവുമാണ്. ഇതിനെപ്പറ്റി നമുക്കൊരു വ്യക്തതയുണ്ടാകണം. അപ്പം അതുകൊണ്ട് ആ ഒരു ഭാഗത്തെപ്പറ്റി ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. നാം പലരെ അറിയുന്നുണ്ട്. നമുക്ക് അടുത്ത് പരിചയമുള്ളവരുണ്ട്, അത്ര പരിചയമില്ലാത്തവരുണ്ട്, ദൂരെ നിന്ന് അറിയുന്നവരുണ്ട്. നാം പലരുമായി ബന്ധം പുലർത്തുന്നുണ്ട്. ഇതിലൊക്കെയും വിശ്വാസം കലർന്നിട്ടുണ്ടോ ഇല്ലയോ, ഇതാണ് പ്രശ്നം. അതറിയുന്നതിന് വേണ്ടി നാം മറ്റുള്ളവരെ എങ്ങനെയാണ് അറിയുന്നത്? അപ്പോൾ ഇവിടെ നാം ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്രൂശിൽ നിന്നുള്ള യേശുവിൻ്റെ ആദ്യത്തെ മൊഴിയാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയാൽ. മനുഷ്യരറിയുന്നില്ല, അവർക്ക് അറിയാൻ കഴിയുന്നില്ല എന്നത് ആത്മീയതയിലെ ഒരു വലിയ ജടിലമായ പ്രശ്നമാണ്. അതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ, നമ്മുടെ ഇടയിൽ അപ്രകാരം ഒരു ശ്രദ്ധയുണ്ടോ എന്ന് നാം ഈ സമയത്ത് നമ്മോട് തന്നെ ചോദിക്കണം. ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് കൂടുതലായി കടന്ന് ചിന്തിക്കുവാൻ ഇപ്പോൾ തുനിയുന്നില്ല. അപ്പോൾ അറിയുക, നാം ആളുകളെ അറിയുന്നുണ്ട്. എപ്രകാരമാണ് നാം ആളുകളെ അറിയുന്നത്? ആ അറിയുന്നതിൽ കൂടെ നാം എങ്ങനെയാണ് ആളുകളുമായി ബന്ധം പുലർത്തുന്നത്? നാം എവിടെയൊക്കെ ബന്ധം പുലർത്തുന്നു അവിടെയെല്ലാം ആരോട് ബന്ധം പുലർത്തുന്നു എന്നതിനെപ്പറ്റി ഒരു അറിവ് നിശ്ചയമായും ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുകയാണ്. നാം പല ആളുകളുമായി ബന്ധം പുലർത്തുന്നത് അവരെ ഉപകരണമായി, നമ്മുടെ സൗകര്യത്തിന് പ്രയോജനപ്പെടുത്താവുന്ന ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. ചില ആളുകൾക്കൊക്കെ നാം അല്പം വില കൊടുക്കുന്നത്, സ്ഥാനം കൊടുക്കുന്നത്, സമയം കൊടുക്കുന്നത്
അവരെ നമ്മുടെ സൗകര്യത്തിന് ഉപയോഗിക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് കരുതി ആണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ പറ്റിയുള്ള നമ്മുടെ അറിവെന്താണ്? അവർ വ്യക്തികളല്ല, അവർ ഉപകരണങ്ങളാണ്. ഇൻസ്ട്രുമെൻറ്റ്സ്, ടൂൾസ് ഓർ മീൻസ്. ഇത് ഒരു അറിവാണ്. രണ്ടാമതായിട്ട്, നാം പല ആളുകളെയും വസ്തുക്കളായി, ഓബ്ജക്ട്സായിട്ട് അറിയും. അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്, ഞെട്ടിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ്, യൂദാസ് ഇസ്കരിയോത്ത യൂദാവ് യേശുവിനെ എങ്ങനെയാണ് അറിഞ്ഞത്? ഒരു 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 ചരക്കായിട്ടാണ്, ഒരു ഓബ്ജക്റ്റായിട്ടാണ്. അതുകൊണ്ടാണല്ലോ വിറ്റത്. ജൂഡാസ് സോൾഡ് ജീസസ് ബിക്കോസ് ഹി റിലേറ്റഡ് ടു ജീസസ് ഓൺലി ആസ് ആൻ ഓബ്ജക്റ്റ്, ആസ് എ കമ്മോഡിറ്റി. അങ്ങനെ നാം പലരുമായി ബന്ധം പുലർത്തുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ പോയാൽ ഒത്തിരിയുണ്ട്. അത് ഞാൻ സൂചിപ്പിച്ച് മാത്രം മുൻപോട്ട് പോകട്ടെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാകും. എന്താ പറയുന്നതിൽ സന്തോഷമില്ല, മനസ്സ് മടിക്കുന്നു. എന്നാലും ആശയം സ്പഷ്ടമാക്കുന്നതിന് വേണ്ടി സമകാലീന ഉദാഹരണങ്ങൾ പ്രയോജനപ്പെടുമെന്നുകൊണ്ട് മാത്രം. ആലപ്പുഴയിലുള്ള ഈ കൃപാസനം എന്ന സ്ഥലത്ത് വിശുദ്ധ മാതാവിനെ സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ പോയാൽ ആഗ്രഹം സാധിച്ചു കിട്ടും, വലിയ വലിയ ലോട്ടറി അടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മാതാവിനെ ഒരു വ്യക്തിയായിട്ടല്ല അവിടെ വെച്ചിരിക്കുന്നത്, ഒരു ഓബ്ജക്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പലരും വിചാരിക്കും അവിടെ പോകുന്ന മാതാവിനോടുള്ള വിശ്വാസമുണ്ടായിട്ടാണ്. അങ്ങനെയുള്ള പോക്കിന് വിശ്വാസം തൊട്ട് തേച്ചിട്ടുള്ള വിശ്വാസമുള്ളവർ ഇപ്രകാരമുള്ള പണിക്ക് പോകത്തില്ല. യഥാർത്ഥത്തിൽ ആത്മീയമായ വിശ്വാസമുള്ളവർ ഈ വഴിയെ സഞ്ചരിക്കത്തില്ല. വിശുദ്ധ മാതാവിനെ ഒരു വിഗ്രഹമായി സ്ഥാപിച്ച് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചീപ്പ് ഉപകരണമായിട്ട് അധപ്പതിപ്പിക്കില്ല. അപ്പോൾ ഇത് നാം മനുഷ്യരോട് ബന്ധം പുലർത്തുന്നത് അവരെ വെറും വസ്തുക്കളായി, ഓബ്ജക്ട്സ്, കരുക്കളല്ല, ഓബ്ജക്ട്സ്. പിന്നെ വേറൊരു വിധത്തിൽ എന്ന് പറഞ്ഞാൽ, നാം ഇപ്പം യുവതി യുവാക്കന്മാർ അവർ പരസ്പരം സ്നേഹിക്കുന്നത് ഒരു പുരുഷൻ നോക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് നല്ല സൗന്ദര്യമുണ്ട്. അപ്പോൾ അതൊരു ഓബ്ജക്റ്റാണ് എന്ന് അവൾ പോലും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അവൻ കവികളുടെ കവിത അങ്ങനെയൊക്കെ വരികൾ മോഷ്ടിച്ച് അവൾക്ക് മുഖസ്തുതി പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവളെ തന്നെ മറന്നുപോകും. കാരണം അവൾക്ക് വേണ്ടത്ര വിവേകമില്ല. എന്നെ ഒരു വ്യക്തിയായിട്ടല്ല ഇദ്ദേഹം കാണുന്നത്, an object of beauty എന്ന് ആ പാമ്പിടിച്ച നിഷ്കളങ്ക പെൺകുട്ടിക്ക് വേണ്ടതുപോലെ വിവേചനം പ്രാപിപ്പാൻ തക്ക അവസരം കിട്ടാത്ത പെൺകുട്ടി മനസ്സിലാക്കാതെ ആ കെണിയിൽ വീണു പോകുന്നു. ഇങ്ങനെ അനേക ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഏകദേശം ആശയം വെളിപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ രണ്ട് വിധത്തിലുള്ള കാര്യങ്ങൾ കണ്ടുവന്ന് ഉപകരണമായി ആളുകളെ നാം അറിയുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. രണ്ടാമത് ചില വസ്തുവകകളായി വിറ്റ് പൈസ ലാഭം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കണ്ടു സുഖിക്കാൻ അങ്ങനെയുള്ള കാര്യം. മൂന്നാമതായി ചില ആളുകളെ നാം ശക്തികളായി അറിയുന്നു, ഫോഴ്സസ്. അതിൻ്റെ നല്ല ഉദാഹരണമാണ് ശത്രു ആരാണ്? ഒരു വ്യക്തിയല്ല, ഒരു ഫോഴ്സാണ്. നമുക്ക് പേടിയുണ്ടാകുന്നു, നമ്മൾ സൂക്ഷിച്ചു നടക്കണം. ചിലപ്പോൾ ഓർക്കാപ്പുറത്ത് അടി കിട്ടും, രാത്രിയിൽ അടിക്കും, അല്ലെ ഓടി വന്ന് അടിക്കും. ഇങ്ങനെ ശത്രുത്വം എന്ന് പറയുന്നു. അപ്പോൾ അവനൊരു ശത്രുവാണ് എന്ന് പറയുമ്പോൾ നാം ആരെ ശത്രു എന്ന് കരുതുന്നു, ആ വ്യക്തിയെ അറിയുന്നത് ഒരു സമസൃഷ്ടിയായിട്ടല്ല, ഒരു ശക്തിയായിട്ടാണ്. നാം പേടിക്കേണ്ട ഒരു ശക്തി. അങ്ങനെ മറ്റും ഞാൻ ഉദാഹരണമായിട്ട് ഇത്രമാത്രം പറയുന്നു. അല്ലെങ്കിൽ എല്ലാം വിവരിക്കാൻ പോയാൽ സമയം കൈവിട്ടു പോകുന്നതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഈ 3 തരത്തിലുള്ള അറിവ് ഞാൻ ഉദാഹരണമായി പരാമർശിച്ചതിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഈ ഒരറിവിലും വിശ്വാസത്തിന് യാതൊരു സ്ഥാനവുമില്ല, ആവശ്യമില്ല. ഇപ്പോൾ അവൻ എൻ്റെ ശത്രുവാണ് ഞാൻ വിശ്വസിക്കുന്നു എന്നാരും പറയില്ല. അവനെൻ്റെ ശത്രുവാണ്, കഴിഞ്ഞു. അവൾ ഞാൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി സുന്ദരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു
എന്നാരും പറയില്ല, അവൾ സുന്ദരിയാണ്. അല്ലെങ്കിൽ ഇന്നയാളിനെ വിറ്റ് എനിക്ക് ലാഭം ഉണ്ടാക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, വിറ്റ് കാശ് ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്നയാളിനെ ഞാൻ എൻ്റെ സൗകര്യത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമായിട്ട്, മാൻ ഫ്രൈഡേ എന്നൊക്കെ പറയത്തില്ലേ, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയല്ല, അത് അങ്ങനെ തന്നെയാണ്. വിശ്വാസത്തിനവിടെ യാതൊരു സ്ഥാനവുമില്ല. എന്നാൽ നാം തിരിച്ചറിയേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിലെ ബഹുഭൂരിപക്ഷം അറിവുകളും ബന്ധങ്ങളും ഈ തരത്തിലുള്ളത് മാത്രമാണ്. ഇനിയും വിശ്വാസം ഒരു ബന്ധമാണെന്നും ബന്ധത്തിൻ്റെ ആത്മാവ് അറിവാണെന്നും ഞാൻ പറഞ്ഞു. ഇനി അതിനെ കേന്ദ്രീകരിച്ച് നമുക്ക് മുൻപോട്ട് പോകും. അപ്പം ഇത്തരത്തിലുള്ള ഞാൻ ഇതുവരെ പ്രസ്താവിച്ച തരത്തിലുള്ള അറിവുകൾക്കും ബന്ധങ്ങൾക്കും വിശ്വാസത്തിന് സ്ഥാനമില്ല എന്നത് വ്യക്തമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനിയും വിശ്വാസം എന്നാൽ എന്ത്? വിശ്വാസം ബന്ധമാണ്. ബന്ധത്തിൻ്റെ ചാലകശക്തി അറിവാണ്. പക്ഷേ ഇനിയും ശ്രദ്ധിക്കണം, ഏത് തരത്തിലുള്ള അറിവാണ്? ആത്മാവിനെ അറിയുന്നതാണ് വിശ്വാസം. ദ സ്പിരിറ്റ് നോയിങ് സ്പിരിറ്റ് ഈസ് ഫെയ്ത്ത്. ഒന്നുകൂടെ പറയട്ടെ, സ്പിരിറ്റ് നോയിങ് സ്പിരിറ്റ് ഈസ് ഫെയ്ത്ത്. ആത്മാവിനെ പറ്റിയും സോളിനെ പറ്റിയും സ്പിരിറ്റിനെ പറ്റിയും ഞാനൊരു യൂണിറ്റ് ചെയ്തതാണ്, ഒരു വീഡിയോ ചെയ്തതാണ്. അത് നിങ്ങൾ അനേകം പേർ കണ്ട് അതിനെപ്പറ്റി വളരെ സന്തോഷമായി പ്രതികരിച്ച് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു പ്രസ്താവനയിൽ ഒരു വ്യക്തത വരേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ ആത്മാവെന്ന് പറയുന്നത് സ്പിരിറ്റ് അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മാവ്. അപ്പോൾ നാം യേശുവിനെ അറിയുന്നത് ജഡരക്തങ്ങളിൽ കൂടെ അല്ല. ജഡരക്തങ്ങളിൽ കൂടെ യേശുവിനെ അറിയുവാൻ സാധ്യമല്ല. ഇത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അത് വ്യക്തമായ വേദപുസ്തകത്തിൽ വചനത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും യേശു തന്നെ പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആർക്കും തെറ്റിദ്ധരിക്കാൻ ഒരു മാർജിനുമില്ല. ശിമോനോട് പറയുന്നു, നിനക്ക് ഈ വലിയ പരമമായ സത്യം വെളിപ്പെടുത്തി തന്നത്, അല്ലെങ്കിൽ ഈ വലിയ സത്യം അറിയുവാൻ നിനക്ക് ഇടയായത് ജഡരക്തങ്ങളുടെ സഹായം കൊണ്ടല്ല, പിന്നെയോ പിതാവായ ദൈവം ആത്മീയമായ ഒരറിവ് നിന്നിൽ പകർന്നിരിക്കുന്നു. ആ ആത്മാവിൽ കൂടെ എൻ്റെ ആത്മാവിനെ നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അതുകൊണ്ടാണ് വിശ്വാസത്തെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഒരു സമീപനം ആത്മാവിനെ അറിയുന്നതിൽ കൂടെ ആരംഭിക്കുകയും നിലനിൽക്കുകയും നിരന്തരം വളരുകയും ചെയ്യുന്ന ബന്ധമാണ് വിശ്വാസം. ഞാൻ ആവർത്തിക്കാൻ പോവുകയാണ്. ആത്മാവിൽ കൂടെ ആത്മാവിനെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന സമാനതയില്ലാത്ത അറിവിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം, അത് നിരന്തരമായി വളർന്നുകൊണ്ടേയിരിക്കും. ആ പൂർണ്ണമായ പ്രതിഭാസത്തിൻ്റെ പേരാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ പണ്ട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ, വിശ്വാസമുള്ളിടത്ത് ചലനാത്മകതയുണ്ടാകും, ക്രിയാത്മകതയുണ്ടാകും, സർഗാത്മകതയുണ്ടാകും, വളർച്ചയുണ്ടാകും, വർധനവുണ്ടാകും, ആഹ്ലാദമുണ്ടാകും, ഫലപുഷ്ടിയുണ്ടാകും. നിഷ്ക്രിയമായ വിശ്വാസം സാധ്യമല്ല. അത് നമ്മെ തന്നെ വഞ്ചിക്കുന്നതാണ്. അല്ല എന്ന് പറയുന്നത് നമ്മെ തന്നെ വഞ്ചിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ യേശു തന്നെ വിശ്വാസം എന്താണ് എന്ന് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആത്മാവിനെ തിരിച്ചറിയുന്നു. യേശു ആത്മാവാണ്. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനും സത്യത്തിലും നമസ്കരിക്കണം. അപ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ തന്നെ നമ്മുടെ ആത്മാവ്, ദ സ്പിരിറ്റ് ഇൻ അസ്, ദൈവത്തിൻ്റെ ആത്മാവുമായി ബന്ധം പുലർത്തുമ്പോൾ മാത്രമേ, ആ കണക്ഷനാണ് വിശ്വാസം. ആ കണക്ഷൻ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബാറ്ററിയുടെ 2 ടെർമിനൽ കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു എന്നതുപോലെ, ഇറ്റ്സ് എ ഫ്ലോ ഓഫ് എനർജി. ആ ഫ്ലോ ഓഫ് എനർജിയാണ് ഫെയ്ത്ത്. പക്ഷേ ഈ കണക്ഷൻ ഉണ്ടാകണം. എന്താണ് ഈ 2 ടെർമിനൽ? എന്താണ്? ഒരു സ്പിരിറ്റും മറ്റൊരു സ്പിരിറ്റും. നാം ആകുന്ന സ്പിരിറ്റ്, പുത്രനാകുന്ന സ്പിരിറ്റ്, ഇത് തമ്മിലുള്ള കണക്ഷൻ അതുണ്ടാകണമെങ്കിൽ ഭൗതികമായ അറിവിൽ കൂടെ സാധ്യമല്ല.
ആത്മാവിനെ തിരിച്ചറിയുക. അത് ഏതാണ്ട് കാവ്യാത്മകമായി അറിഞ്ഞുകൊണ്ട് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ആഴം ആഴത്തോട് സംസാരിക്കുന്നു. ദ ഡീപ്പ് കോൾസ് ദ ഡീപ്പ്. അത് മനോഹരമായ ഒരു കാവ്യാത്മകമായ ആവിഷ്കാരമാണ് ഇതേ ആശയത്തിൻ്റെ. ഇതല്ലാതെ മറ്റൊന്നും വിശ്വാസമാകുകയില്ല. വിശ്വാസത്തിൻ്റെ പേരിൽ നാം പലതും ചെയ്തു വെക്കുന്നുണ്ട്, കാട്ടിക്കൂട്ടുന്നുണ്ട്, കോലാഹലങ്ങൾ നടത്തുന്നുണ്ട്, ചന്ത നടത്തുന്നുണ്ട്. അത് ഏവർക്കും പരിചയമുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ, വിശ്വാസം ആകുന്നുവെങ്കിൽ, അത് ദ സ്പിരിറ്റ് knowing and relating to the Spirit. Your spirit being connected to the Spirit of Jesus. അതിന് പ്രത്യേക ഫോർമുലയൊന്നുമില്ല. ഇന്ന പള്ളിയിൽ പോയാൽ, ഇന്ന സഭയിൽ പോയാൽ, ഇന്ന പെന്തക്കോസ്ത് സഭയിൽ പോയാൽ, അല്ലെങ്കിൽ ചില ഒപ്പീസ് ചെയ്താൽ, അല്ലെങ്കിൽ ചില സക്രമെൻ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് സംഭാവന ചെയ്താൽ, അല്ല ഇന്ന ധ്യാനകേന്ദ്രത്തിൽ പോയി മെഡിറ്റേറ്റ് ചെയ്താൽ, അതൊന്നും ഇതുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല. എവിടെ വേണേലും പോയിക്കുള്ളൂ, ഒരു പ്രയോജനമില്ല. അതൊരു വ്യക്തിയും കർത്താവുമായുള്ള ആ വളരെ വളരെ സ്വകാര്യമായ ബന്ധത്തിൻ്റെ പരിശുദ്ധിയിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവ് ഉണർന്നെഴുന്നേറ്റ്, ഇപ്പോൾ പ്രകൃതിയിലെ ഒരു മുകുളം, ഒരു മുട്ട് സൂര്യനിലേക്ക് വിടരുന്നത് പോലെ മറ്റൊന്നിൻ്റെയും ഇൻ്റർഫിയറൻസ് ഇല്ലാതെ നമ്മുടെ ഉള്ളിലെ നാമാകുന്ന, പരിശുദ്ധമായ നാമാകുന്ന ആ മൊട്ട് യേശുവാകുന്ന വെളിച്ചത്തിലേക്ക് വിടരുന്ന ആ അവസ്ഥയും അത് സംബന്ധമായി ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളും ആണ് ഈ വിശ്വാസം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഈ പറഞ്ഞത് വ്യക്തമാണെങ്കിൽ നമുക്കിപ്പോൾ തിരിച്ചറിയാം, നമ്മുടെ ഇടയിൽ ഈ കാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്ന, വിശ്വാസത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന ഒട്ടുമുക്കാലും എല്ലാ കാര്യങ്ങളും അപ്രസക്തമാണ്, അർത്ഥമില്ലാത്തതാണ്. വിശ്വാസം അതാണ് ഇതാണ് എന്നൊക്കെ പഠിപ്പിക്കുമെങ്കിലും അതൊന്നും യേശു നമുക്ക് വെളിപ്പെടുത്തി നൽകിയതുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന് ഈ സമയത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അത് ഗത്യന്തരമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു വളരെ വ്യക്തമായി പറയുന്ന, ആ കാലത്ത് പലരും എൻ്റെ അടുത്ത് എന്ന് പറയും, കർത്താവേ കർത്താവേ എൻ്റെ നാമത്തിൽ ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്തു, അത്ഭുത പ്രവൃത്തികളൊക്കെയും ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അവിടെ അറിയുക എന്ന വാക്കാണ്. നിങ്ങൾ ചെയ്തതൊന്നും വിശ്വാസം കൊണ്ട് ചെയ്തതല്ല. നിങ്ങൾ ചെയ്തത് വേറെ ഏതുകൊണ്ട് ട്രിക്ക്, മാജിക്ക്, ഹിപ്നോട്ടിക് പവർ, സൈക്കോളജി ഒക്കെ വെച്ച് നിങ്ങളതൊക്കെ കാണിച്ചു. പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു, അതിൻ്റെ ഫലം നിങ്ങൾ കൊയ്തു. അത് ഞാനുമായിട്ട് എന്താണ് ബന്ധമെന്നാണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ വളരെ വ്യക്തമായി കാണുന്ന, ഇത് വ്യക്തമാതിരിക്കാൻ നിവൃത്തിയില്ല. വളരെ വളരെ വ്യക്തമാണ്. ഇത് വെളിച്ചം പോലെ, പകല് പോലെ വ്യക്തമാണിത്. അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരം നാം യേശുവിനെ എപ്രകാരം അറിയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. യേശുവിനെ നമുക്ക് ഭൗതികമായി അറിയുന്നത് പോലെ അറിയാം. യേശുവിനെ ഒരു ഉപകരണമായിട്ട് നമുക്കറിയാം. ലൗദോക്യ സഭ അങ്ങനെയാണ് യേശുവിനെ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഗേറ്റിന് വെളിയിൽ നിർത്തിയിരിക്കുകയാണ്. എന്താണ്? ആവശ്യമുള്ളപ്പോൾ വിളിച്ച് കാര്യസാധ്യത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. സഭകൾ അങ്ങനെയാണ് ആകാൻ സാധ്യതയുണ്ട് എന്ന ഒരു ആദ്യകാല സൂചനയാണത്. യേശു ഒരു ഉപകരണം. ഉദാഹരണമായിട്ട് സഭയ്ക്ക് വേണ്ടി വലിയ ഫണ്ട് പിരിക്കേണ്ടി വരുമ്പോൾ വളരെ ഭക്തിയോടുകൂടെ നീട്ടി പ്രാർത്ഥിക്കുകയും, കർത്താവേ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം, ദൈവം അതാണ്, അനുഗ്രഹമാണ്, മറ്റാണെന്നൊക്കെ പറയും. അപ്പോൾ ദൈവം ആരാണെന്ന് നമ്മൾ അങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയൊക്കെ പരിശോധിച്ചാൽ അത് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയാണോ, അത് ദൈവത്തെ അപമാനിക്കുന്ന പ്രാർത്ഥനയാണോ നമുക്ക് ചോദിക്കേണ്ടി വരും. കാരണം ദൈവത്തിന് തന്നെ അറിയാൻ വയ്യ. നീ മഹാനാണ്, നീ ദയാലുവാണ്, നീ അതാണ്, നീ ഇതാണെന്നൊക്കെ അങ്ങ് പറഞ്ഞ് ദൈവത്തെ അങ്ങ് പഠിപ്പിക്കുകയാണ്. ഈ കിൻഡർ ഗാർഡൻ ക്ലാസ്സിലൊക്കെ കൊച്ചു പിള്ളേരെ ആശാട്ടിമാർ പഠിപ്പിക്കുന്നത് പോലെ. ഇതൊക്കെ വിശ്വാസരാഹിത്യത്തിൻ്റെ രോഗങ്ങളാണിതെല്ലാം. അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ട് എങ്കിൽ യേശു നമ്മെ അറിയും, നമ്മുടെ ആത്മാവ് യേശുവിനെ അറിയും.
അതിൻ്റെ മറ്റൊരാവിഷ്കാരമാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അതാണ് വിശ്വാസം. അത് സംഭവിക്കുന്നത് ആത്മാവിൽ, സ്പിരിറ്റിൽ മാത്രമാണ്. ശാരീരികമായിട്ട് നമുക്ക് യേശുവിൻ്റെ ഉള്ളിലും യേശു നമ്മുടെ അകത്തും ശാരീരികമായി വസിക്കാൻ ഒക്കത്തുള്ളെന്ന് ഏത് കൊച്ചു കുഞ്ഞിനും, മുല കുടിക്കുന്ന കുഞ്ഞിനും അറിയാം. അപ്പോൾ ഈ ഒരു ബന്ധം ആത്മാവിൽ മാത്രമുള്ള ബന്ധമാണ്. യേശുവിൻ്റെ ആത്മാവ് നമ്മളിലും നമ്മുടെ ആത്മാവ് യേശുവിലുമായി തീരുന്നു. അങ്ങനെയായിത്തീരുമ്പോൾ ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ അപകർഷത ബോധം, അയ്യോ ഞാൻ പാപിയാണ്, ഞാൻ മറ്റതാണ് മറിച്ചതാണ്, ഞാൻ കഴുതയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നാണക്കേടാണ്. യേശു അങ്ങനെയല്ല നമ്മളെ കാണുന്നത്. യേശുവിൻ്റെ ആത്മാവിൽ, യേശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നാം എല്ലാം ദൈവപുത്രരാണ്. എന്നാൽ ദൈവപുത്രനായി തീരുവാൻ അവകാശമുള്ളവരാണ്. അത് പ്രാപിക്കുന്നോ അത് പ്രയോജനപ്പെടുത്തുന്നോ ഇല്ലയോ നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ ചോയ്സാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ ഇഹലോകവാസത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയും ഏറ്റവും ഉന്നതമായ അവകാശവും എന്നാണ് സുവിശേഷത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരിക്കലും യേശു നമ്മോട് പറയേണ്ടി വരികയില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കാരണം നാം യേശുവിനെ ആത്മാവിൽ അറിയുന്നുവെങ്കിൽ, അത് ആത്മീയമായ അറിവെങ്കിൽ അവൻ നമ്മെ അറിയുന്നു, യാതൊരു സംശയം. അതുകൊണ്ടാണ് ഉദാഹരണമായിട്ട് യേശുവിന് തൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ ഉള്ള് അറിയുവാൻ സാധിച്ചിരുന്നു. അതെങ്ങനെയാണ് സാധിക്കുന്നത്? നമുക്കങ്ങനെ അറിയാൻ സാധ്യമല്ലല്ലോ. യേശുവിൻ്റെ ആത്മാവ് അറിവിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മാവിനെ തിരിച്ചറിയുവാൻ കഴിയും. നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സ്പിരിറ്റിനെ അറിയാൻ വയ്യ. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പിശാചെന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ദൈവീകമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കണിക നമ്മുടെ ഉള്ളിലുണ്ട്. അത് ദൈവം നൽകി കഴിഞ്ഞതാണ്. അതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ അത് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാകയാൽ നമ്മുടെ ഉള്ളിലുള്ളത് യേശുവിനറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളും അവസ്ഥകളും യേശു തിരിച്ചറിയുന്നത്. ഇപ്പോൾ പക്ഷപാത രോഗിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവൻ്റെ ഉള്ളിലെ അവസ്ഥ അവനറിയാൻ വയ്യാത്തത്, അവനെ അന്ന് വരെ ചികിത്സിച്ചു കൊണ്ടിരുന്ന ഡോക്ടേഴ്സിനും ആർക്കും അറിയാൻ വയ്യാത്തത് യേശുവിന് മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ മർമ്മവും ഇത് തന്നെയാണ്. അപ്പോൾ വിശ്വാസം എന്നത് അറിവിൻ്റെ ആത്മാവാണ്. ഈ അറിവിൻ്റെ ആത്മാവ് യേശുവിൻ്റെ ആത്മാവുമായി താതാത്മ്യം പ്രാപിക്കുന്നു. അങ്ങനെ താതാത്മ്യം പ്രാപിക്കാനായിട്ടുള്ള വഴി തുറക്കാനായിട്ടാണ് യേശു വചനമായി ലോകത്തിലേക്ക് വന്നത്. ദ വേർഡ് ബിക്കമിങ് ഫ്ലെഷ്. അങ്ങനെയുള്ള ആ ഒരു ഒന്നായിത്തീരുന്ന അവസ്ഥ, എപ്രകാരം യേശുവും പിതാവും ഒന്നായിത്തീർന്നുവോ, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞതുപോലെ നിങ്ങളും ഞാനും ഒന്നായിത്തീരുന്നു, യേശു നാമും ഒന്നായിത്തീരുന്നു. ആ അവസ്ഥയാണ് വിശ്വാസത്തിൻ്റെ അവസ്ഥ. ആ അവസ്ഥയിൽ നമ്മുടെ എല്ലാ അല്ലലും അങ്കലാപ്പും അവസാനിക്കും. എല്ലാ അസമാധാനവും അസുരക്ഷിതാവസ്ഥയും അവസാനിക്കും. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇതാണ് ആശ്വാസം. വിശ്വാസത്തിൽ കൂടെ മാത്രമേ ആശ്വാസം പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ. ഞാൻ വീണ്ടും എൻ്റെ അടിസ്ഥാന മർമ്മങ്ങൾ ആവർത്തിക്കട്ടെ. വിശ്വാസം ഒരു ബന്ധമാണ്. ബന്ധത്തിൻ്റെ എസൻസ് അറിവാണ്. അറിവ് രണ്ട് തരത്തിലുണ്ട്. ജഡരക്തങ്ങളുടെ അറിവുണ്ട്, പരിശുദ്ധാത്മാവിൽ കൂടെ നാം പ്രാപിക്കുന്ന ദൈവികമായ അറിവുണ്ട്. ജഡരക്തങ്ങളുടെ അറിവിന് വലിയ പരിമിതിയുണ്ട്. അങ്ങനെയുള്ള അറിവ് നാം സഹജീവികളെ ഉപകരണങ്ങളായി ഉപയോഗിക്കാൻ സഹായിക്കുന്നു. അവരെ വെറും കമ്മോഡിറ്റിയായി, ഓബ്ജക്ട്സായി ഉപയോഗിക്കാൻ സഹായിക്കുന്നു. അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിധത്തിൽ ഒരു ശക്തി എന്ന നിലയിൽ, ഇപ്പോൾ വലിയ പദവിയിലിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ശത്രുക്കളെ അങ്ങനെ നാം അറിയുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കൈസറുടെ ഫിലിപ്പിയിൽ വെച്ച് ശിമോന് ലഭിച്ച ആ അറിവ്, ജഡരക്തങ്ങളുടെ അറിവല്ല, ദൈവികമായ അറിവ് പ്രാപിക്കുന്ന ആ അവസ്ഥ എന്ന് പറയുന്നത് വിശ്വാസമാണ്.
ആ വിശ്വാസത്തിൻ്റെ മേൽ സഭയെ പണിയുമെന്നാണ് യേശു പറഞ്ഞത്. അല്ലാതെ പത്രോസ് എന്ന് പറയുന്ന ആളിൻ്റെ മാംസത്തിലും എല്ലിലുമല്ല പണിയുന്നതെന്ന് ആർക്കാണ് മനസ്സിലാക്കാൻ പ്രയാസം? കത്തോലിക്കർ ഒഴിച്ച്. ഇത്രമാത്രം തെറ്റിദ്ധരിക്കാൻ എങ്ങനെ സാധിക്കും? ഈ പത്രോസ് എന്ന് പറയുന്ന ആളുടെ ശരീരത്തിലാണ് അത് പണിത്? അല്ല, അവന് ദൈവം നൽകിയ ഒരു കൃപയുണ്ടെന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തിൽ കൂടെ അവൻ യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഫലമായി അവൻ രൂപാന്തരം പ്രാപിച്ചു. ഇത് വിശ്വാസത്തിൻ്റെ പ്രവർത്തന ശക്തിയെ, ദ വർക്കിംഗ് പവർ ഓഫ് ഫെയ്ത്ത്, അതിനെ വെളിപ്പെടുത്തുന്ന അതിമനോഹരമായൊരു സംഭവമാണ്. പക്ഷേ അതിനെയും വികൃതമാക്കി കളഞ്ഞു, തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തെ പറ്റിയുള്ള ചില അടിസ്ഥാന ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കിട്ടത്. തീർച്ചയായും ഇതിൽ നിന്ന് നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കണം. ആ ചുമതല നിങ്ങളെവരെയും ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ചിന്തകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു. നന്ദി.